ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാതുകുത്ത് പാർട്ട് 2 ആണ്. പാർട്ട് 1 എല്ലാവരും കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രയുടെ കാതുകുത്താണ്. ഇത് പാർട്ട് 2 രുദ്രയുടെ കാതുകുത്താണ്. ഭദ്രയുടെ കാതുകുത്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പ്, 1-2 ദിവസത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ആണ് രുദ്രയുടെ കാതുകുത്താൻ പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ തീർത്ഥം ജ്വല്ലേഴ്സിലോട്ടാണ് ചെന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഭദ്രേനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭദ്രേനെ പോലെ അല്ല ഈ പുള്ളിക്കാരി. കാരണം ഭദ്ര ഇച്ചിരി സഹിച്ചായിരുന്നു. ആ കുത്തിയ സമയത്ത് മാത്രമേ പുള്ളിക്കാരിക്ക് വേദന എടുത്തുള്ളൂ. രുദ്ര അങ്ങനെയല്ല. അവൾക്ക് തൊട്ടാൽ കഴിയുന്ന കൊച്ചത്. തൊട്ടാൽ ചിരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പേടിയാണ് പുള്ളിക്കാരിയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ. കുഞ്ഞിനൊരു ഐഡിയ ഇല്ല ഇവരെന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്തൊക്കെയോ കത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഭദ്രയാണെങ്കിൽ അവിടെ നിന്ന് ഇതൊക്കെ ഞാൻ നേരത്തെ കണ്ടതാ എന്നൊക്കെയുള്ള രീതിയിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറൂലല്ലോ. അതാണല്ലോ നമ്മുടെ പിള്ളേർ. അപ്പോൾ നമുക്ക് രുദ്രയുടെ കാതുകുത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണാം കേട്ടോ. കളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ടാന്ന് ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരിരാരോ വേണ്ടാന്ന് പാൽക്കുറക്കും ചക്കരച്ചൽ പായസങ്ങൾ വേണ്ടാന്ന് വെള്ളിയറിഞ്ഞാൽ കിട്ടും വേണ്ട വെള്ളി കിട്ടിയവൾ വേണം അച്ഛനോളം ചേർന്നു പോകും ആ കുറുമ്പിൻ തുണ്ടാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനെന്നും പാലെന്നും ചൊല്ലാതെ മാമൊന്നും പൊന്നുണ്ണി വാവ്യാണ് വേതാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചേരുള്ള ചിങ്കാരി കാളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ടാന്ന് ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരിരാരോ വേണ്ടാന്ന്. അങ്ങനെ ഒരു സൈഡിലെ കാതൊക്കെ കുത്തി, അടുത്ത സൈഡിലെ കാത് കുത്താൻ വേണ്ടി ഒട്ടും സമ്മതിക്കുന്നുണ്ടായില്ല. കാരണം പിടിച്ചിലായിരുന്നു. എന്നിട്ട് ഏട്ടത്തി എങ്ങനെയൊക്കെയോ പിടിച്ച് നിർത്തി. കാരണം ഒരു സൈഡിലേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത്രയ്ക്ക് വേദനയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പുറത്തെ സൈഡ് ഒട്ടും സമ്മതിക്കണ്ടായില്ല. എന്നിട്ട് എടുത്ത് എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തി. അത് കാണും ഈ കുത്തനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താണ് കരച്ചിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കൊച്ചിൻ്റെ അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ. കുഞ്ഞല്ലേ, എന്തോരം ഉണ്ടാവാൻ. അപ്പം അത് കഴിഞ്ഞ് പാലൊക്കെ കൊടുത്ത് കരച്ചിലൊക്കെ ഒന്ന് മാറ്റാൻ നോക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തീർത്ഥം ജ്വല്ലേഴ്സിനെ പറ്റി ഞാൻ ഡീറ്റെയിൽസ് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോസൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാനല്ലേ വീഡിയോ എടുക്കുന്ന, എൻ്റെ ചേട്ടനാണ്. അപ്പം ഞാനിപ്പോൾ അവിടെ ഇല്ല. അപ്പം എഡിറ്റിങ്ങും ഇതൊക്കെ ഉള്ളൂ ഞാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറയാനുണ്ടായിരുന്നു. 10 പവൻ തൊട്ട് വെഡ്ഡിങ് സെറ്റ് കിട്ടും. നല്ല ഡിസൈനിൽ ഡിസ്കൗണ്ടോടെ നമുക്ക് 10 പവൻ തൊട്ട് വെഡ്ഡിങ് സെറ്റ് കിട്ടും കേട്ടോ. പിന്നെ കുട്ടികളുടെ 28-ന് അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ കാൽത്തള, വളകൾ, കമ്മൽ, മോതിരമൊക്കെ ലൈറ്റ് വെയ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഡിസൈനോടെ തന്നെ ലൈറ്റ് വെയ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളക്ഷനുണ്ട്. ഇപ്പം കമ്മലാണെങ്കിലും വലിയവർക്കാണെങ്കിലും കമ്മലാണെങ്കിലും മാല, ഇപ്പോൾ സച്ചിൻ ചെയിൻ്റെയൊക്കെ മാല എല്ലാം എനിക്ക് മേടിച്ചത് എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. എനിക്കും എൻ്റെ ചേട്ടനാണെങ്കിലും ചേച്ചിയുടെ കല്യാണത്തിന് അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നല്ല കളക്ഷനുണ്ട്. മാലകൾക്കാണെങ്കിലും കമ്മലിനാണെങ്കിലും മോതിരത്തിനാണെങ്കിലും. മോതിരത്തിനൊക്കെ പല ഡിസൈനും സിമ്പിളായിട്ടുള്ളതുണ്ട്, ഇച്ചിരി ഹെവി ആയിട്ടുള്ളതുണ്ട്. മാലകളൊക്കെ ഇച്ചിരി ഹെവി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള ഈ മുട്ടുമാല അങ്ങനെയൊക്കെ പറയില്ല, അങ്ങനത്തെ മാലകളൊക്കെ ഉണ്ട്. പല ഡിസൈൻസിലുണ്ട്.
അത് മാത്രമല്ല പിന്നെ സിമ്പിൾ ചെയിനിൽ ലോക്കറ്റ് വരുന്ന മാലകളുണ്ട്. നല്ല ഹാർട്ട് ഷേപ്പിൽ, അങ്ങനെ പല പല ഷേപ്പിൽ ലോക്കറ്റ് വരുന്ന, സിമ്പിൾ ചെയിനിൽ ലോക്കറ്റ് വരുന്ന മാലകളുണ്ട്. പിന്നെ ഈ കടയുടെ ഓണറിനെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോകുന്ന പോലെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജേഷ് അങ്കിളാണ് ഈ കടയുടെ ഓണർ. രാജേഷ് എന്നാണ് പേര്. വൈഫിൻ്റെ പേര് നീതു എന്നാണ്. പിന്നെ 2 മക്കളും ഉണ്ട്. അപ്പോൾ അതെൻ്റെ ചേട്ടനാണ്. ചേട്ടൻ സ്വയം കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ചെയിനുണ്ട്, അതിൻ്റെ കാര്യം പറയാൻ മറന്നു. ഈ ചെയിന് ഉണ്ട്, സച്ചിൻ ചെയിന്. പിന്നെ ഇങ്ങനെ മെടഞ്ഞൊക്കെ കിടക്കണ പോലത്തെ ചെയിനൊക്കെ ഉണ്ടല്ലോ, നല്ല നല്ല ഡിസൈൻസിലുള്ള ചെയിനൊക്കെ ഉണ്ട്. പിന്നെയും കുറേ നല്ല 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 മാലകളുണ്ട്, കുറേ ഡിസൈനിലുള്ള. അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാനറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.